ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ലെപ്രോസി, സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ, ജൽജീവൻ മിഷൻ, ആറംബൈ ടെങ്കോൾ, റീകൺസിഡറിംഗ് ദ ഫ്രീ മൂവ്മെൻറ്റ് റെജീം, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട് 2023, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് സ്വീഡൻ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ചാണ്. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ബാങ്കിങ് സെക്ടറിനകത്ത് അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി ഡെഫിസിറ്റ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ളൊരു ന്യൂസ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 19 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ന്യൂസിനകത്ത് പറയുന്ന പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിനകത്തുള്ള ലിക്വിഡിറ്റിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മാർക്കറ്റിനകത്തുള്ള പണത്തിൻ്റെ ലഭ്യതയെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസിൽ പെടുന്ന ഒരു ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന CRR, SLR, അതുപോലെ തന്നെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അതിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഡിവൈസാണ് അല്ലെങ്കിൽ മറ്റൊരു ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് സംഭവിക്കുന്നത് RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ സെയിൽസ് ആൻഡ് പേർച്ചേസ് ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനകത്ത് ചെയ്യുക. അതായത് മാർക്കറ്റിനകത്ത് എക്സസ് ലിക്വിഡിറ്റി ഉള്ള സമയത്ത്, അതായത് മാർക്കറ്റിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ പണം ഉള്ള ഒരു സമയമാണെന്ന് നോക്കുക. അപ്പോൾ അത് ഇൻഫ്ലേഷനൊക്കെ കാരണമാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ എക്സസ് ലിക്വിഡിറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI കൂടുതൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സെല്ല് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ക്യാഷ് RBIയിലേക്ക് പോകും. ഈ എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റിൽ ആവശ്യത്തിന് ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സാഹചര്യം വരികയാണ്, അതായത് മാർക്കറ്റിൽ ആവശ്യത്തിന് പണം ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് RBI പർച്ചേസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റീസിൻ്റെ വില എത്രയാണോ അത് മാർക്കറ്റിലേക്ക് വരും. കൂടുതൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ഈ ലിക്വിഡിറ്റിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനകത്ത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ RBI ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ പറയുന്ന പോലെ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള മാർക്കറ്റ് ലിക്വിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് RBI ഉപയോഗിക്കുന്നൊരു ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക. ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് ഈ പറയുന്ന സെയിൽസും പർച്ചേസും നടക്കുന്ന സമയത്ത് മാർക്കറ്റ് ലിക്വിഡിറ്റിക്കകത്ത് വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ലെപ്രോസിയാണ്. ലെപ്രോസി എന്ന് പറയുന്നത് ഈ ഒരു ഡിസീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ലെപ്രോസിയുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ഡ്രഗ് റെജീം ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ലെപ്രോസിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെപ്രോസി എന്ന് പറയുന്നത് ഹാൻസൺസ് ഡിസീസ് എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്ന ഒരു അസുഖമാണ് ലെപ്രോസി എന്ന് പറയുന്നത്. ഇതൊരു ക്രോണിക് ഇൻഫെക്ഷസ് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. ഈ ലെപ്രോസി എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രോ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു രോഗാണുവാണ്. ഇത് പ്രധാനമായിട്ടും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് നമ്മുടെ തൊലി അല്ലെങ്കിൽ സ്കിന്ന്, അതുപോലെ തന്നെ പെരിഫറൽ നെർവ്സ്, അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്സിനകത്തുള്ള ഒരു മ്യൂക്കോസൽ സർഫേസസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ കണ്ണ്. ഇത്രയും ഭാഗങ്ങളെയാണ് ഇത് പ്രധാനമായിട്ടും ഈ അസുഖം ബാധിക്കുക. ഈ ലെപ്രോസി എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും വരാം. അതായത് വളരെ യങ് ഏജിലുള്ള വളരെ ചെറിയ കുട്ടികളായിട്ടിരിക്കുന്ന ആൾക്കാർ തൊട്ട് ഒരുപാട് പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇത് വരാം. അതുപോലെ തന്നെ ഇതൊരു ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് ആണെന്ന് മനസ്സിലാക്കി, എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിനുള്ള ചികിത്സ നേടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസബിലിറ്റീസ് ഒക്കെ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈ ലെപ്രോസി ആളുകളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നത് പ്രധാനമായിട്ടും ആളുകളുടെ മൂക്കിൽ നിന്നും അതുപോലെ തന്നെ വായിൽ നിന്നൊക്കെ വരുന്ന ഡ്രോപ്ലെറ്റ്സിലൂടെയാണെന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ്. ഈ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ ഡ്രഗ് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബോഡിയാണിത്. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഡ്രഗ് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ദ ഹിന്ദുവിൻ്റെ പേജ് 8 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ബോഡിയാണ് ഈ CDSCO എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസസ്, ഈ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ റെഗുലേറ്ററി ബോഡിയാണ് ഈ CDSCO എന്ന് പറയുന്നത്. ഇവരുടെ നോഡൽ ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഹയർ അതോറിറ്റി ആയിട്ട് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് CDSCO
പ്രവർത്തിക്കുന്നത്. സോ ഇനി CDSEOക്ക് ഏകദേശം 9 സോണൽ ഓഫീസസും അതുപോലെ തന്നെ 7 സബ് സോണൽ ഓഫീസസും 18 പോർട്ട് ഓഫീസസും 7 സെൻട്രൽ ലബോറട്ടറീസും 6 മിനി ലാബ്സും അതിൻ്റെ കൺട്രോളിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൈമറിലി ഇന്ത്യയിലെ ഡ്രഗ്സ്, കോസ്മെറ്റിക്സ്, മെഡിക്കൽ ഡിവൈസസ് ഇതിൻ്റെ റെഗുലേഷനാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ റെഗുലേഷൻ, അതുപോലെ തന്നെ പുതിയ ഡ്രഗ്സിൻ്റെ അപ്രൂവൽ കൊടുക്കുക, അതായത് പുതിയ ഡ്രഗ്സിന് അനുമതി കൊടുക്കുക, അതുപോലെ തന്നെ പുതിയ ഡ്രഗ്സിൻ്റെ ക്ലിനിക്കൽ ട്രയൽസിന് അപ്രൂവൽ കൊടുക്കുക, അതുപോലെ തന്നെ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, അതുപോലെ തന്നെ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ഇവരുടെയൊക്കെ മീറ്റിംഗ്സ്, അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ലൈസൻസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ടൈപ്പ് ഓഫ് ലൈസൻസസ് ഗ്രാൻഡ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ജൽജീവൻ മിഷനാണ്. സോ ഈ ജൽജീവൻ മിഷനും നമ്മൾ നേരത്തെ ഈ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. സോ ഈ ജൽജീവൻ മിഷനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൊവൈഡിങ് ക്ലീൻ വാട്ടർ ടു ഓൾ എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ ഒപ്പീനിയൻ പേജിനകത്ത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ജൽശക്തി മിഷൻ, അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ജൽശക്തി അല്ലെങ്കിൽ സെൻട്രൽ വാട്ടർ മിനിസ്റ്റർ ആയിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെ ഒരു പുള്ളി എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 അവർ പബ്ലിഷ് ചെയ്തിട്ട്, സോ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ജൽജീവൻ മിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ജൽജീവൻ മിഷൻ 2019 നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2024 ആകുമ്പോഴേക്കും 2024 വർഷത്തോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമീണ വീടുകൾക്കും ഫങ്ഷണലായിട്ടുള്ള ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസിലൂടെ ഒരാൾക്ക് മിനിമം 55 ലിറ്റർ ഓഫ് ക്ലീൻ വാട്ടർ എന്നുള്ള രീതിയിൽ സപ്ലൈ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ഫങ്ഷണലായിട്ടുള്ള ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളിൽ ടാപ്പ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് ഇവർക്ക് കൃത്യമായിട്ട്, അതായത് ആ വീട്ടിലെ പെർ പേഴ്സണ് 55 ലിറ്റേഴ്സ് ഓഫ് വെള്ളമെങ്കിലും പെർ ഡേ കിട്ടുന്ന രീതിയിലുള്ള ഫങ്ഷണലായിട്ടുള്ള ടാപ്പ് കണക്ഷൻ കിട്ടണമെന്നാണ് പറയുന്നത്. അത് 2024 കൂടിയിട്ട് ഇത് അച്ചീവ് ചെയ്യാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇവർ പറയുന്നത് ഈ ജലലഭ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബേസിക് നെസസിറ്റീസിലൊന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട്, എയിംസ് ആയിട്ട് ഒഫീഷ്യലി അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എൻഷോർ ദ ഫങ്ഷനാലിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് വാട്ടർ സപ്ലൈ സിസ്റ്റം ആൻഡ് വാട്ടർ കണക്ഷൻസ് ആണ്. അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിങ്, വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് ലക്ഷ്യങ്ങളിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. 2, കൺസേർവ്ഡ് വാട്ടേഴ്സിൻ്റെ യൂസ്, ഡ്രിങ്കിങ് വാട്ടർ സോഴ്സിൻ്റെ ഓഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാം, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സിസ്റ്റം, അതുപോലെ തന്നെ ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ട്രീറ്റ് ചെയ്തിട്ടുള്ള വാട്ടറിൻ്റെ റീയൂസ്, ഈ കാര്യങ്ങളും ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ പദ്ധതിയുടെ മറ്റുള്ള ഫീച്ചേഴ്സായിട്ട് പറയുന്നത്, ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈഡ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടറും എല്ലാ ലോക്കൽ ലെവൽസിലും ഇത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഈ വാട്ടർ സപ്ലൈ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, മാനേജ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടർ ഫോർ റീയൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പദ്ധതി ഈ ഗ്രാമീണ മേഖലകളിലായതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഉള്ളൊരു പദ്ധതിയും കൂടിയാണ് ഈ ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ കീ കോമ്പോണൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു പാനി സമിതി പ്ലാൻ എന്ന് പറയുന്നൊരു കാര്യം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഈ പാനി സമിതി പ്ലാൻ എന്ന് പറയുന്നത് ഇവരാണ് വില്ലേജ് ലെവലിലുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പാനി സമിതികളെന്ന് പറയുന്നത് 10 തൊട്ട് 15 മെമ്പേഴ്സ് വരെയുള്ള ഒരു ലോക്കൽ കൗൺസിൽ പോലെ വർക്ക് ചെയ്യുന്നത്. അതായത് ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള 10 തൊട്ട് 15 വരെ ആൾക്കാർ മെമ്പേഴ്സ് ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 50% സ്ത്രീകളായിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അക്രഡിറ്റഡ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പ്രാതിനിധ്യമുള്ള ഒന്നായിരിക്കും ഈ പാനി സമിതികൾ എന്ന് പറയുന്നത്. അവർ തയ്യാറാക്കുന്ന പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, മാനേജ് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സാധാരണഗതിയിൽ ഈ കമ്മിറ്റീസ് ഒരു 1 ടൈം വില്ലേജ് ആക്ഷൻ പ്ലാന് തയ്യാറാക്കണം. അപ്പോൾ അവർ
ഈ പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വില്ലേജ്, അതായത് വാട്ടർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വില്ലേജ് റിസോഴ്സസിനെയും കൂടി മേർജ് ചെയ്തിട്ടായിരിക്കണം ഈ പ്ലാന് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ പ്ലാന് പിന്നീട് ഗ്രാമസഭയുടെ മുന്നിൽ വെച്ചിട്ട് ഗ്രാമസഭ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി ജൽജീവൻ മിഷൻ്റെ ഫണ്ടിങ് സ്കീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂഷ്വലി സെൻട്രൽ സ്കീമുകളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെയും ഫണ്ടിങ്ങിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. ഹിമാലയൻ സ്റ്റേറ്റുകളിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും 90:10 ആണ് അതിൻ്റെ റേഷ്യോ. അതായത് 90% സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും 10% കൺസേൺഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കോൺട്രിബ്യൂഷനുമാണ്. ഇനി മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിൽ 50-50 ആണ്. അതായത് 50% സെൻട്രൽ ഗവൺമെൻറ്റും 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കേസിലാണെങ്കിൽ കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫണ്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ആറംബായ് തെങ്കോൾ എന്ന് പറയുന്നതാണ്. സോ ആറംബായ് തെങ്കോൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എത്നിക് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇടക്കാലത്ത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ആറംബായ് തെങ്കോൾ എന്ന് പറയുന്നത്. സോ മണിപ്പൂരിലെ മെയ്തേ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റാഡിക്കൽ മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ് ഈ ആറംബായ് തെങ്കോൾ എന്ന് പറയുന്നത്. ഇനീഷ്യലി ഒരു കൾച്ചറൽ ഓർഗനൈസേഷനായിട്ട് ഒരു 2020-കളിലൊക്കെ ആരംഭിച്ചിട്ടുള്ളതാണെങ്കിലും ഇപ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈലി റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അവർ കൊടുത്തേക്കുന്ന ഒരു എഡിറ്റോറിയൽ ഈ ആറംബായ് തെങ്കോളിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന മണിപ്പൂരിനകത്തുള്ള എത്നിക് ടെൻഷൻസ് അവസാനിക്കണമെങ്കിൽ ഈ ആറംബായ് തെങ്കോൾ പോലുള്ള അവിടുത്തെ എത്നിക് മലീഷ്യാസ് ഉണ്ട്. അതായത് ഈ പറയുന്ന നാഗാസിനെയും കുക്കീസിനെയും അതുപോലെ തന്നെ മെയ്തേ കമ്മ്യൂണിറ്റീസിനകത്തൊക്കെ ആംഡ് ഗ്രൂപ്പുകളുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ആംഡ് ഗ്രൂപ്പുകൾ. അപ്പോൾ അതിനകത്തുള്ള ഒന്നാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ നിരോധിച്ചാൽ മാത്രമേ അവിടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വയലൻസ്, ഈ പറയുന്ന പീസ് നിലനിർത്താൻ പറ്റൂ എന്നാണ് ഈ എഡിറ്റോറിയലിനകത്ത് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആറംബായ് തെങ്കോൾ എന്ന് അറിഞ്ഞിരിക്കുക? ഇതൊരു മെയ്തേ റാഡിക്കലൈസ്ഡ് ആംഡ് മിലീഷ്യയാണ്. അതായത് മെയ്തേ കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു ആംഡ് മിലീഷ്യയാണ്. പക്ഷേ നിലവിൽ ഇവരെ നിരോധിച്ചിട്ടൊന്നുമില്ല. കാരണം വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള, മണിപ്പൂരിനകത്ത് വളരെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളൊരു ഗ്രൂപ്പാണിത്. കാരണം ഇവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഈ മണിപ്പൂരിലെ ചീഫ് മിനിസ്റ്ററാണ് ഇവരുടെ പ്രധാനപ്പെട്ട പാറ്റേൺസിൽ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സിൽ ഒരാൾ. സോ അപ്പോൾ അദ്ദേഹമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ഫോട്ടോസ് ഇവർ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഈ മണിപ്പൂരിലുള്ള മെയ്തേ കമ്മ്യൂണിറ്റി എന്നുള്ള എല്ലാ MLA-മാരുടെയും കൂടി ഒരു മീറ്റിംഗ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ മീറ്റിങ്ങിനകത്ത് എല്ലാ MLA-മാരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹെവിലി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ കൺട്രോളുള്ള ഒരു ഗ്രൂപ്പാണിത്. സോ ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഒരു മെയ്തേ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഓർഗനൈസേഷനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഈ കുക്കി കമ്മ്യൂണിറ്റിയൊക്കെ പറയുന്നത് അവരുടെ ഗ്രാമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്രമണങ്ങൾ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ആറംബായ് തെങ്കോളാണ്. അതായത് ഇവർ ഗൺസും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മണിപ്പൂരിൽ വയലൻസ് നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ആർമറീസ് റെയ്ഡ് ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ടുള്ള ഗൺസൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കുക്കി കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള വയലൻസ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആറംബായ് തെങ്കോളിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് ഈ മണിപ്പൂരിലെ മെയ്തേ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെയിൻലി ഒരു വൈഷ്ണവൈറ്റ് ഹിന്ദുസാണ് ഈ മെയ്തേ കമ്മ്യൂണിറ്റിയിലെ പ്രൊഡോമിനൻ്റ് റിലീജിയൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഹിന്ദുയിസം വരുന്നതിന് മുമ്പ് ഒരു സനമാഹി എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ലോക്കൽ നേറ്റീവ് റിലീജിയൻ ഉണ്ടായിരുന്നു. ആ സനമാഹി റിലീജിയനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് മണിപ്പൂരിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററും അതുപോലെ തന്നെ മണിപ്പൂരിൽ ഇപ്പോൾ ഒരു പാർലമെൻ്ററി മെമ്പറായിട്ടുള്ള മണിപ്പൂരിലെ രാജകുടുംബത്തിലെ ഇപ്പം നിലവിലുള്ളൊരു അവകാശമുണ്ട്. പുള്ളിയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പാറ്റേൺസ് ആയിട്ട് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഈ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യ മ്യാൻമാർ ബോർഡറിനകത്ത് വരുന്ന വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ബോർഡർ അറേഞ്ച്മെൻറ്റാണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം റീകൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ ഒരുപാടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ റീകൺസിഡറിങ് ദ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ പേജ് 10 വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് മനസ്സിലാക്കി. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്താണെന്നുള്ളത്, അത് എന്തുകൊണ്ട് അവസാനിപ്പിക്കണം, അതിനെതിരായിട്ടുള്ള ഒപ്പോസിഷൻ എന്താണ്, ഈ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ GS പേപ്പർ 3 ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്കകത്ത് വരുന്ന ബോർഡർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മെയിൻ ടോപ്പിക്കാണ് ഇത്. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മ്യാൻമാറൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ഇപ്പോൾ നിങ്ങൾ ചില ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ടാകും 2018 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ അത് ആക്ച്വലി തെറ്റാണ്. ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ആക്ച്വലി 1950 തൊട്ടേ, അതായത് ഇന്ത്യക്കും മ്യാൻമാറിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു കാലഘട്ടം തൊട്ടേ നിലവിലുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കലി ഇന്ത്യ മ്യാൻമാർ ബോർഡർ എന്ന് പറയുന്നത് ഈ
കൊളോണിയൽ റൂളേഴ്സ്, അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു ആർബിട്രറി ബോർഡറാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ആർബിട്രറി ബോർഡറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലൊക്കെ കാണുന്ന അതേ പ്രശ്നമാണ്. അതായത് എത്നിക് ഗ്രൂപ്പുകളെ, അതായത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്ന ആർബിട്രറി ബോർഡേഴ്സാണ് ഈ നോർത്ത് ഈസ്റ്റിലുള്ളത്. എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുക ഈ നാഗാലാൻഡ്, അതുപോലെ തന്നെ മിസോറാം, മണിപ്പൂർ ഏരിയയിലാണ്. എസ്പെഷ്യലി നാഗാലാൻഡിലാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നാഗാലാൻഡിൽ നാഗാ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ ബോർഡറിൻ്റെ അപ്പുറത്ത് ഈ മ്യാൻമാറിലും നാഗാ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ അവിടെയുള്ള ലോക്കൽ എത്നിക് കമ്മ്യൂണിറ്റീസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട്, കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന മ്യാൻമാർ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് ഇന്ത്യയും മ്യാൻമാറും ഒരേപോലെ ബ്രിട്ടീഷ് കോളനീസ് ആയിരുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുന്നത് വരെ മ്യാൻമാർ ബേസിക്കലി ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോർഡർ വരുന്നത് 35 ശേഷമാണ്. അപ്പോൾ ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതൊരു ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് മാറുന്നതും. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു എത്നിക് കമ്മ്യൂണിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നായതുകൊണ്ടും ഇവിടെ തുടക്കം തൊട്ടേ വലിയ ഇതിൽ എത്നിക് ടെൻഷൻസ് ഉള്ളതുകൊണ്ടും, ഇപ്പോൾ ഈ നാഷണൽ ആസ്പിറേഷനൊക്കെ തുടക്കം തൊട്ടേ അവിടെ ഉള്ളതുകൊണ്ടും ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മ്യാൻമാറി ഗവൺമെൻറ് അല്ലെങ്കിൽ അന്നത്തെ ബർമീസ് ഗവൺമെൻറ്റും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡർ എന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയും ഇത് മ്യാൻമാറും ആണെങ്കിൽ, അപ്പോൾ നമുക്കറിയാം ഇത് ഇൻ്റർനാഷണൽ ബോർഡർ ആണെങ്കിൽ ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലേക്ക് പോകണമെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലോ വിസ എടുക്കണം. നമുക്ക് പാസ്പോർട്ട് വേണം, ആ രാജ്യത്തിൻ്റെ വിസ എടുത്താലേ ഇവിടെ കയറാൻ പറ്റും, അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അപ്രൂവൽ വേണം. പക്ഷേ ഞാൻ പറഞ്ഞു, ഇവിടെ ഇന്ത്യയിലും മ്യാൻമാറിലുമായിട്ട് താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ ഒരു വ്യത്യാസമില്ല, അവർ സെയിം കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരാണ് മിക്ക സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ, ഈ പറയുന്ന വിസ എടുക്കാതെ പോയി വരാനുള്ള ഒരു യുണീക്കായിട്ടുള്ള ട്രാവൽ അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ ഫ്രീ സോണാണ് ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനീഷ്യലി 1950s ഇന്ത്യയിൽ നിന്ന് 40 കിലോമീറ്റർ വരെ, അതായത് മ്യാൻമാറി ബോർഡറിൽ നിന്ന് 40 കിലോമീറ്റർ വരെ മ്യാൻമാറിലേക്ക് പോകണമെങ്കിൽ വിസയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് ഇന്ത്യയിലേക്കും അപ് ടു 40 കിലോമീറ്റേഴ്സ് വരെ വരണമെങ്കിൽ വിസ വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വിസ ഇല്ലാതെ ഇവിടെ തങ്ങാനും പറ്റുമായിരുന്നു, ഈ ബോർഡർ റീജിയനിൽ താമസിക്കുന്ന ആളുകൾക്ക്. പക്ഷേ പിന്നീട് കാലാകാലങ്ങളിൽ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീമിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു നാഷണൽ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇത് അവിടെയുള്ള മിലിറ്റൻസ് വലിയ ഇതിൽ മിസ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ട് ഈ നാഗാലാൻഡിലും മണിപ്പൂരിലൊക്കെ ഉള്ള മിലിറ്റൻസ് ഈ ബോർഡർ ക്രോസ് ചെയ്തിട്ട് മ്യാൻമാറിലേക്ക് പോകും. സോ നമുക്ക് മ്യാൻമാറിൽ പോയിട്ട് ഇവർ ആക്രമിച്ച് കഴിഞ്ഞാൽ അത് മ്യാൻമാറിൻ്റെ സോവറിറ്റിയുടെ വയലേഷനായിട്ട് മാറും. നമ്മളത് ചെയ്യാറുണ്ടെങ്കിലും അത് ഇൻ്റർനാഷണൽ ലോസ് അനുസരിച്ച് തെറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, നോർത്ത് ഈസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൻ്റെയും ട്രെയിനിങ് ക്യാമ്പ്സ് ഉണ്ടാകുക ഈ മ്യാൻമാറിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഈ സ്മഗ്ലിങ്ങിനും അതുപോലെ തന്നെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഇൻസർജൻസിക്കൊക്കെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് 2004 നമ്മൾ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീമിൻ്റെ ദൂരപരിധി 40 കിലോമീറ്ററിൽ നിന്ന് വെറും 16 കിലോമീറ്ററായിട്ട് റെഡ്യൂസ് ചെയ്തു. അത് മാത്രമല്ല, ഈ 2004 വരെ നമുക്ക് ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് ഇന്ത്യ മ്യാൻമാർ ബോർഡറിനകത്തുള്ള എൻറ്റയർ സ്ട്രെച്ചിൽ എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം എന്നുള്ള അവസ്ഥയായിരുന്നു. അത് ലീഗലി പോസിബിൾ ആയിരുന്നു. പക്ഷേ മറ്റൊരു കാര്യം ഓർത്തിരിക്കുക, ഇത് ലീഗലി പോസിബിൾ അല്ലെങ്കിൽ അല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. എന്നിരുന്നാൽ പോലും ഇന്ത്യ മ്യാൻമാർ ബോർഡർ ഫെൻസ് ചെയ്തിട്ടുള്ളൊരു ബോർഡറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് ഈ ബോർഡർ മാനേജ്മെൻറ്റ് വളരെ മോശമായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എപ്പോഴും അങ്ങോട്ടും കയറി പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ ലീഗലി ഇത് 16 കിലോമീറ്ററിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോർഡർ ക്രോസിങ്, അതായത് ഈ 16 കിലോമീറ്റർ അകത്തേക്ക് കയറി പോകാൻ പറ്റുന്ന പറയുന്ന ബോർഡർ ക്രോസിങ് വെറും 3 സ്ഥലങ്ങളിലേക്കായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് 2018 സെൻട്രൽ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും മ്യാൻമാറും തമ്മിൽ മറ്റൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ മുകളിൽ ചില അഡീഷണൽ റെഗുലേഷൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മണിപ്പൂരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മ്യാൻമാർ ബോർഡർ കംപ്ലീറ്റ്ലി ഫെൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ പറയുന്ന നാഗാലാൻഡിലൊക്കെ ഉള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും നാഗാലാൻഡിലെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഫോർ നാഗാലിം അല്ലെങ്കിൽ NSCN എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് പീസ് അഗ്രിമെൻ്റ് ഉണ്ട്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആ ഒരു സമയത്ത് 2015 സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നാഗാസിനെയൊക്കെ ഇത്
നാഗാസിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ഇതിനെതിരായിട്ട് വലിയ ഇതിൽ എതിർപ്പുണ്ട് ഈ FMR അവസാനിപ്പിക്കുന്ന എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ പീസ് ഡീലൊക്കെ ചിലപ്പോൾ ഇത് കാരണം നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളാണ് ഈ FMR അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇന്ത്യ മ്യാൻമാർ ബോർഡർ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ഇനി എന്തുകൊണ്ട് ഇത് ഈ FMR അവസാനിപ്പിക്കണം, ഇതിനുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ FMRുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, ഇത് വലിയ രീതിയിൽ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇൻസർജൻസ് ഇത് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡ്രഗ് ട്രാഫിക്കിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മ്യാൻമാറിൽ നടക്കുന്ന സിവിൽ വാർ ഇന്ത്യയിലേക്കും വ്യാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്ലീഗൽ ഇമിഗ്രേഷനും മ്യാൻമാറിൽ നിന്നുള്ള റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതൊക്കെ ഈ ഒരു സിസ്റ്റം മിസ്യൂസ് ചെയ്തിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇത് ഈ FMR ഫ്രീ മൂവ്മെൻറ്റ് റെജീം അവസാനിപ്പിക്കുന്നതിന് എതിർക്കുന്നതിന് ആൾക്കാർ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ക്രോസ് ബോർഡർ ആയിട്ടുള്ള എത്നിക് ടൈസ് ആണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നാഗാലാൻഡിൻ്റെ ബോർഡർ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തും നാഗാസാണ്, അപ്പുറത്തും നാഗാസാണ്. അതായത് ഒരു ഒറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ മിസോറാമിൻ്റെ ബോർഡറിലാണെങ്കിൽ ഈ ഇന്ത്യയിലെ മിസോറാമിലുള്ള മിസോസ്, അതുപോലെ തന്നെ മിസോറാമിൻ്റെ ബോർഡറിൻ്റെ, അതായത് മ്യാൻമാർ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ചിൻ എത്നിക് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ അവർക്ക് ഹിസ്റ്റോറിക്കലി കണക്ഷൻസ് ഉള്ളതാണ്, അല്ലെങ്കിൽ എത്നിക് കണക്ഷൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നാഗാസും അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ സൈഡിലുള്ള കച്ചിൻസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവരൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള എത്നിക് ടൈസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ നാഗാസൊക്കെ ആവശ്യപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ ക്ലൈംസ് അവർ പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നാഗാസ് ആയതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഒരു ഗ്രേറ്റർ നാഗാലിം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് ബോർഡർ അടച്ചു പൂട്ടാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ആർട്ടിഫിഷ്യൽ ബോർഡറാണ്. ഇന്ത്യ മ്യാൻമാർ ബോർഡർ എന്ന് പറയുന്നത് ഈ സെയിം എത്നിസിറ്റി പെടുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കൊളോണിയൽ കൺസ്ട്രക്റ്റാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പോസിഷനായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ആണ്. സോ ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബില്ലായിട്ട് വന്ന സമയത്ത് അതിനകത്തുള്ള മേജർ ഫീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ കുറിച്ചാണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ മെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയിൽ ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ഒക്കെ പോലുള്ള 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള നിയമങ്ങളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൊരു നിയമമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലുള്ള നിയമങ്ങളെ മോഡേണൈസ് ചെയ്യുന്ന ഒരു നിയമമാണിതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ ഇതിലുള്ള എംഫസൈസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവോൾവിംഗ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള ഇവോൾവിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമമാണിത്. അതുപോലെ തന്നെ പബ്ലിക് ഓർഡറിന്, ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റിക്ക് ആയിട്ട് കണക്ട് ചെയ്യാം, പബ്ലിക് ഓർഡറിനെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഡിജിറ്റൽ ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ OTT പോലുള്ള ഏരിയാസൊക്കെ അതൊന്നും നിലവിലുള്ള അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ അത് കവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസിനെ കൺവേർജ് ചെയ്തുകൊണ്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഇതിനകത്തുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ടേംസിനും കൃത്യമായിട്ടുള്ള ഡെഫിനിഷനൊന്നും ഇതിനകത്തില്ല. അപ്പോൾ വലിയ ഇതിൽ ആംബ്യൂഗിറ്റി ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സാധ്യതകൾ ഇത് തുറന്നിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ചോർത്താനൊക്കെയുള്ള അധികാരം ചില ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രൈവസി കൺസേൺസ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഈ പല കാര്യങ്ങളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, പല ടേംസും കൃത്യമായിട്ട്, ഇപ്പോൾ ഈ പബ്ലിക് ഓർഡറൊക്കെ പോലുള്ള ടേംസൊന്നും കൃത്യമായിട്ട് ഡിഫൈൻഡ് അല്ല. അപ്പോൾ അത് വളരെയധികം എന്താ പറയുന്നത്, കുറച്ചും കൂടി വലിയ രീതിയിൽ ഒരു ഹ്യൂജ് ആംബിറ്റ് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഗവൺമെൻറ്റൽ ഏജൻസീസ് അതിനെ ഡിഫൈൻ ചെയ്യാം. സോ അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് പറയാം. ഉദാഹരണത്തിന് ഈ സുപ്രീം കോർട്ടിൻ്റെ ഒരു അനുരാധ ബാസിൻ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്ന പ്രൊസീജിയറലായിട്ടുള്ള എസെൻഷ്യൽ പ്രൊസീജിയറൽ സേഫ് ഗാർഡ്സ് ഉണ്ട്. ഇതൊന്നും തന്നെ ഇതിനകത്തുള്ള ഈ പറയുന്ന പുതിയ നിയമത്തിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഓവേഴ്സൈറ്റ് മെക്കാനിസവും ഈ നിയമം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് സ്വീഡനാണ്. സോ സ്വീഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലി അറിയപ്പെടുന്നത് കിങ്ഡം ഓഫ് സ്വീഡൻ എന്നുള്ള പേരിലാണ്. സോ ഇതൊരു നോർഡിക് കൺട്രിയാണ്. ഈ സ്കാൻഡിനേവിയൻ പെനിൻസുലയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോർഡിക് കൺട്രിയാണ്.
ഇത് 1814 തൊട്ട് നേരിട്ട് ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ലാത്ത ഒരു റെക്കോർഡുള്ള, ഏകദേശം 200 വർഷത്തിൽ കൂടുതലായിട്ട് നേരിട്ടൊരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ലാത്ത റെക്കോർഡുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ സ്വീഡൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയും ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് ഒഫീഷ്യൽ ന്യൂട്രാലിറ്റി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പോളിസി ഓഫ് ന്യൂട്രാലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സാധാരണഗതിയിൽ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ ന്യൂട്രാലിറ്റി ഡിക്ലെയർ ചെയ്യും. അതായത് രണ്ട് പക്ഷത്തും ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാരും ആക്രമിക്കാറില്ല. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് നോർവേനെ ഈ ജർമ്മനി അറ്റാക്ക് ചെയ്ത് ഇൻവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വീഡനിലേക്ക് അവർ ചെന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ യുദ്ധമില്ലാത്ത പീസ് ടൈമിലാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ബേസിക്കലി ഇവർ ചെയ്യാറുള്ളത് ഒരു മിലിറ്ററി അലയൻസിൻ്റെയും ഭാഗമാകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ഇവർ ഇപ്പോൾ ഒരു നേറ്റോ മെമ്പറായിട്ട് മാറുന്നതിനുള്ള പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അതിന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേറ്റോ ഇവരെ മെമ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നേറ്റോ കൺട്രീസ് ഇവരുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ റാറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് ഈ സ്വീഡനകത്ത് തന്നെ വലിയ ഇതിലൊരു ഒപ്പോസിഷൻ ഉണ്ട്. കാരണം അവരുടെ ഇത്രയും കാലത്തെ ഈ പോളിസി ഓഫ് ന്യൂട്രാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്. അല്ലെങ്കിൽ 200 വർഷമായിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് യൂറോപ്പിൽ നടന്നിട്ടുള്ള വലിയ യുദ്ധങ്ങളിലൊന്നും അവർ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു പക്ഷവും പിടിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമാധാനം ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ നേറ്റോ മെമ്പർ ആവാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ നേറ്റോ മെമ്പർ ആവാനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ സാഹചര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.